അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പം എല്ലായിടത്തും നല്ല മഴയും പൊട്ടലും ചീറ്റലും ഒക്കെ ആണല്ലോ അല്ലേ. അപ്പം 3 ദിവസം നല്ല അടിയിച്ച് മഴയൊക്കെ പെയ്ത് ഇന്ന് ഇതാ കുറച്ചൊന്നൊരു തെളിവൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. മഴ പെയ്യണില്ല, വെയിലിറക്കുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ, അതേപോലെ വെയിൽ പോണുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചിന്ന് തോട്ടിലൊക്കെ നല്ല വെള്ളമായിക്കണം. അപ്പോൾ തോട്ടിക്കൊക്കെ പോയിട്ട് കുറേ കാലമായില്ലേ. അപ്പൊ തോട്ടുകൊക്കെ ഒന്ന് പോവാ വിചാരിച്ചാണ്ട് ഞങ്ങള് മൂത്താപ്പന്റെ മോള് പറഞ്ഞു നമുക്ക് തോട്ട് പോലെ. ഞാൻ രാവിലെ തന്നെ വിചാരിച്ചു കേട്ടോ പോവാന്നുള്ളത്. പക്ഷെ അപ്പം പിന്നെ ഞാൻ അങ്ങനെ ഒറ്റക്കല്ലേ, അപ്പൊ എനിക്കൊരു ചെടപ്പ്. അപ്പൊ ഓളുണ്ട് പറഞ്ഞപ്പോ ഞങ്ങള് തോട്ട് പോവാൻ നിക്കാട്ടോ. ആ അപ്പൊ നമ്മള് മുറ്റൊക്കെ ആകെ ഉറവെടുത്ത് വെള്ളാണ് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവര് സൽക്കാരത്തിന് പോവാൻ കേട്ടോ. ഓൽക്ക് നമ്മളെ മേലെ തന്നെ ഒരു സൽക്കാരുണ്ട് പെരേല്. അപ്പൊ ഓല് സൽക്കാരത്തിന് പോവാണ്. പിന്നെ ഇമ്മയും ഐസമോളും കല്യാണത്തിനും പോയിന് കേട്ടോ. അപ്പൊ ഓല് കല്യാണത്തിനും പോയിന് കേട്ടോ. അപ്പൊ ഞാൻ തന്നെ ഉള്ളേനി. അപ്പൊ ഇവൾക്ക് ഉണ്ടായിട്ടോ, മോളൂനും ഉണ്ടായിന് കല്യാണം. ഓള് കല്യാണത്തിന് പോയി വന്നതാണ് കേട്ടോ. അപ്പൊ ഇനി സൽക്കാരത്തിന് പോകണം നമ്മളെ അയലോക്കെ തന്നെ കേട്ടോ. അപ്പൊ അയിമ പൂച്ച വരാണേ. അപ്പൊ ഞങ്ങള് തോട്ടിക്ക് പോവാണ് തിരുമ്പി കുളിച്ച കൊറേ കാലത്തിന് ശേഷല്ലേ ചെറിയ മോള് ഞങ്ങള് കുളിച്ചാൻ പോവാട്ടോ. വെയിൽ കറക്കുന്നുണ്ട് കേട്ടോ. അടഞ്ഞില്ലേ? വെയിലൊക്കെ ഇറക്കുന്നുണ്ട്. തിരുമ്പിയതൊക്കെ ഞാൻ പുറത്തേക്ക് ഇട്ടീന് കേട്ടോ. പക്ഷെ ഇത് കാണുന്ന വെള്ളം മുഴുവനും ആ വെള്ളത്തിന്റെ ഒഴുക്കണ്ടില്ലേ, എന്താ സ്പീഡില്ലേ വെള്ളത്തിന് ഒഴുകാന്. ഇത് മഴവെള്ളല്ല കേട്ടോ, മുറ്റാകെ ഉറക് പൊട്ടിയതാണ് കണ്ടില്ലേ. ആ മതിലിന്റെ നമ്മളെ ഈ ഭാഗമൊക്കെ മതിലാണല്ലോ വല്യ, മതിലിന്റെ സൈഡിന്ന് ഉറക് പൊട്ടുകയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ. മുറ്റത്തേക്ക് ഞങ്ങൾ ഇറങ്ങലില്ല ഇപ്പൊ പേടിച്ചിട്ടേ, കാരണം ഇറങ്ങിയ ബുഗും. ഇന്നല്ല വെയിലും തക്കൊക്കെ ഉണ്ട്. ഞാൻ തിരുമ്പിയതൊക്കെ പുറത്ത് കിട്ടിനെ. അപ്പൊ ഒരു മഴ പോരപ്പോ ഞാൻ ഉള്ളിക്കാൻ ഇട്ടിട്ട് ഇവിടെ ഉണ്ട്. ഈ മൂലേന്നാണ് ഉറക് വരുന്നത്. അതിലെ കുറെ ചാല് കയറിയെടുത്തിന്. പിന്നെ അവിടുന്നും ഉണ്ട് കേട്ടോ ഉറക്. ആ മതിലിന്റെ ആ എടുക്കുന്നുണ്ട്. ആകെ മുറ്റത്തൊക്കെ വെള്ളാണുണ്ട്. നല്ല ഒഴുക്കില്ല വെള്ളം. വെള്ളതൊക്കെ ഞാൻ ബക്കറ്റാക്കി കേട്ടോ. ഞമ്മക്ക് തോട്ടിക്ക് പോവാ. കൊറേ കാലത്തിന് ശേഷം തോട്ട് പോണേ ഭയങ്കര സന്തോഷത്തിലാ. കണ്ടില്ലേ, നമ്മളത് മതിലാണല്ലോ. മതിലാണെന്ന് ഞാന് ഏതൊക്കെയോ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കണം. അപ്പൊ ഈ മതിലിന്റെ ഒക്കെ ഇടയിൽനിന്നാണ് ഈ ഉറക് വരുന്നത്. അന്ന് ചോരാതെ മഴ പെയ്തപ്പോ നമുക്ക് പേടിയേനിട്ടോ. അതെങ്ങനെ മഴ പെയ്തപ്പോ ഒരു ബേജാറുണ്ടായിട്ടോ, ഇനി മതിലറ്റ പൊട്ടുവോ. കുറെ വർഷമായിന് കേട്ടോ മതിലിന്. ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാതെക്കട്ടെ. പക്ഷെ നമുക്ക് ഇങ്ങനെ ചോരാതെ മഴ ചെയ്യുമ്പോ ഒരു പേടിയാ. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടി അങ്ങനെയൊക്കെ കേൾക്കുമ്പോ അധികം ഒരു പേടിയാണല്ലോ. എന്നിട്ട് ഇന്നലെ ഞങ്ങളിങ്ങനെ വിചാരിച്ച് ഉറങ്ങാൻ പേടിയാവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിനി. ഏതായാലും ഇന്ന് മഴയൊന്നുമില്ല. ഇന്നും അതുപോലെ പെയ്യാണെങ്കിൽ പേടിച്ചണം കേട്ടോ. പിന്നെ നമ്മളിവിടെയൊക്കെ മലയാണ്, ഫുള്ള് വലിയ വലിയ മലകളാ. അപ്പൊ ഏതായാലും ഒരു സമാധാനം കിട്ടിക്കണം കേട്ടോ മഴക്ക്. എന്താല്ലേ നമുക്ക് മഴ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ അല്ലേ മഴ എങ്ങനെ പെയ്യുമ്പോ നല്ല രസേനി. ഞങ്ങള് തോട്ടുകാട് പോവും, വൈകുന്നേരം ആവോളം തോട്ടിൽ തന്നെ കാരം നീന്തലും കുളിച്ചലും ചാടലും ആയിട്ട്. പക്ഷെ ഇപ്പൊ അല്ലേ ഒരു 2 ദിവസമായിട്ട് മഴ പെയ്യുമ്പോത്തിന് പേടിയാവുക. മഴനെപ്പൊ പേടിയായിക്കണ് സത്യം പറഞ്ഞാല്. പണ്ടും നമുക്ക് അങ്ങനെ പേടിച്ചല്ലേനി. ഇപ്പൊ ഒരു മഴ 2 ദിവസം അടിയിച്ച് പെയ്യുമ്പോത്തിന് എന്തൊക്കെ ദുരിതങ്ങളാ നടക്കണത് അല്ലെ. വിചാരിച്ചാല് പേടിയാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ തോട്ട് പോവാ. അപ്പൊ നമ്മളെ തോട് ഇത് അവിടെ തന്നെയാണ് കേട്ടോ. ഞാൻ ബക്കറ്റൊക്കെ മാറ്റിക്കണ്, കുറെ തിരുമ്പാളതൊക്കെ കൊണ്ട് പോവാട്. നല്ല രസമല്ലേ, കുറെ കാലമായി അങ്ങനെ പോയിട്ട്. ഐസമോൾ ഉണ്ടെങ്കിൽ ഐസമോൾ ഒപ്പം പോരും. അതിന് ഭയങ്കര ഇഷ്ടമാണ് തോട്ടിൽ പോകണം. പക്ഷെ ഓള് കല്യാണത്തിന് പോയ ഇടയിലാണ് ഇപ്പൊ ഞാൻ പോണത്. ഇനിയിപ്പൊ ഇങ്ങനെ പറയും ഇന്നെ കൂട്ടാതെ വെച്ച് പോയില്ലേ അറിയട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ചെറിയ കുട്ടി പോയിട്ടോ, ഓല് മുന്നിക്ക് പോയി. ഞാൻ ബക്കറ്റും സാധനമൊക്കെ എടുത്തപ്പോതിനും ഓല് പോയി. ആ ഒഴുകി വരുന്നതാണ് ട്ടോ നമ്മളെ തോട്. ഇതിലെങ്ങനെ പോകും. നമ്മൾ അവിടുന്നാണ് നമ്മൾ കുളിക്കല്. ഇവിടുന്ന് കുളിക്കലില്ല. ഇവിടെ ഇങ്ങനെ കല്ലും സൗകര്യമൊന്നും ഇല്ല. ഉണ്ട് കേട്ടോ ചെറുതായിട്ട് വെള്ളത്തിന്. ഞാനാണെങ്കിൽ തിരുമ്പാനുള്ളതൊക്കെ എടുത്തും ചെയ്തന. അത്യാവശ്യം വെള്ളവും ഉണ്ട്. പിന്നെ എന്താ പറയാ, കല്ല് മൂടിയിട്ടൊന്നും ഇല്ലേക്കും. കല്ല് മൂടിയാല് തിരുമ്പാനും കഴിയൂല. ഏതായാലും പോയോക്കട്ടെ. നമ്മള് തോട്ടിലെത്തിട്ടോ. നല്ല വെള്ളമൊക്കെ ഉണ്ട്. കണ്ടിട്ട് ചാടാൻ തോന്നുന്നു. അടി പാറേ മണ്ണുണ്ടോ? മണ്ണുണ്ടോ? നല്ല രസമായിരിക്കും. ഏതായാലും വേഗം തിരുമ്പട്ടെ കേട്ടോ. ഇമ്മേ മഴയും വരുന്നുണ്ട്. ഞാനാണെങ്കിൽ കവറും എടുത്തില്ല, ഫോണിനെ മൂടിയൊക്കാണ്. ആദ്യമൊക്കെ സോപ്പൊക്കെ ഈ പാലത്തിന്റെ കല്ലിന്റെ ഇടയിൽ വെക്കലേനി. പറയണ കേക്കുണ്ടോ അറിയില്ല. വെള്ളം ഇങ്ങനെ ചാടുന്നതിനോടെ നല്ല രസം. കണ്ടിട്ട് ഇങ്ങനെ കുളിക്കാൻ തോന്നാ, ചാടാൻ തോന്നാ. ഈ പാലത്തുമെന്നൊക്കെ ആദ്യം ചാടലൊക്കെ കേട്ടോ. ഇപ്പൊക്കെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. പിന്നെ വലുതായില്ലേ, പ്രായമായില്ലേ. അപ്പൊ ഇനി വേഗം തിരുമ്പി കുളിക്കട്ടെ കേട്ടോ. നമ്മളെ തോട് ഫുള്ള് പുല്ല് നിറഞ്ഞിട്ടോ. ആദ്യൊക്കെന്ന് പറഞ്ഞാ വേനൽക്ക് തൊഴിലുറപ്പുകാര്
വേനൽ മഴക്കാലം ആകുമ്പോത്തിന് തൊഴിലുറപ്പാര് തോടൊക്കെ നന്നാക്കും. എല്ലോടത്തും പുല്ലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയേനി. ഇപ്പൊ തൊഴിലുറപ്പാരൊന്നും തോടൊന്നും നന്നാക്കലില്ല എന്നാ തോന്നണെ. ഇമ്മ പറയും പഞ്ചായത്ത് നിന്ന് പാസ്സാവണതാണ്ന്ന്. ഇപ്പൊ പാസ്സാവലില്ലേക്കും, എന്താ സംഭവം അറിയില്ലട്ടോ. ഇപ്പൊ ഓല് നന്നാക്കലില്ല തോട്. ആദ്യം ഈ സൈഡൊക്കെ നന്നാക്കും. ഇവിടെ കെട്ടുണ്ട്, ഇങ്ങനെ കെട്ടുണ്ട്. അപ്പൊ ഈ സൈഡൊക്കെ ആദ്യം നന്നാക്കേനി. അവിടെയും ഇവിടെക്കെ കണ്ടില്ലേ ഇപ്പൊ പുല്ല് മൂടിക്കണ്. ഇതൊക്കെ ആദ്യം നന്നാക്കല് ഇണ്ടായിനി. ഏതായാലും കണ്ട് നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെ കണ്ടില്ലേ, നല്ല രസാ അവിടെ പോയിരിക്കാനൊക്കെ. അപ്പൊ ഇനി വേഗം തിരുമ്പി കുളിക്കട്ടെട്ടോ. നമ്മള് തോട്ടില് നീരാട്ടൊക്കെ കഴിഞ്ഞെത്തിട്ടോ. അപ്പം അതിന്റെ ഇടക്ക് മഴ വന്ന്, നല്ല മഴ വന്നപ്പോ ഐസും ഇമ്മയും കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഇന്റെ സൗണ്ട് അവിടെ തോട്ട് കേട്ട് ഐസമ്മ അങ്ങോട്ട് പാഞ്ഞു വന്ന്. അപ്പൊ പിന്നെ എന്റെ ഫോണൊക്കെ ഉമ്മാന്റേൽ ഇങ്ങോട്ട് കൊടുത്തു വിട്ട്. അപ്പൊ ഇവള് വെള്ളത്തിൽ ചാടുന്നതും ഇതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. മഴയും വരുന്നുണ്ടപ്പൊ മഴ പെയ്താല് ഞാനാണെങ്കിൽ കവറൊന്നും എടുത്തതുമില്ല. കവർ എടുത്തണെ പിന്നെ കവറിൽ ഇട്ടാ മതിയേനി. അപ്പൊ പിന്നെ ഫോണും ഉമ്മാന്റേൽ ഇങ്ങോട്ട് കൊടുത്തിട്ടോ. അപ്പൊ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നല്ല രസം. ഞങ്ങള് കൊറേ നേരം തോട്ടിൽ ഉത്തർന്ന് തീറ്റക്കൊക്കെ വറക്കൽ തുടങ്ങിയപ്പോഴാട്ടോ പിന്നെ നീച്ചു പോകുന്നത്. ചെറീന്റെ കുട്ടി ഉണ്ടായിനി, ഇങ്ങനെ വറക്കുണ്ട്, ഇതും വറക്കുണ്ട്. അപ്പം പിന്നെ അപ്പൊ ഞങ്ങള് പോന്നിട്ടോ. അതരേ തോട്ട് കൊറേ കാലത്തിന് ശേഷം കേട്ടോ അങ്ങനെ നീന്തണം കുളിച്ചണം. ഞാൻ ചെറിയനോട് പറയാം, പണ്ട് നമ്മൾ കൊറേ നേരം രാവിലെ പോയാലും വൈകുന്നേരമൊക്കെ ആയിരിക്കും ചിലപ്പോ കേറി വരാ. അന്ന് അങ്ങനെ ഒരു പിരാന്തേനി. ഇപ്പം പിന്നെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഷെമി വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോകാൻ വരുന്നുണ്ട്ന്ന് പറഞ്ഞ അങ്ങട്ടെ. അപ്പൊ ഇന്നന്നെ തോട്ട് പോയി കുളിച്ചത് നന്നായി. ഇനി ചിലപ്പോ വായക്കാടൊക്കെ പോയി വരുമ്പോത്തിനും വെള്ളമൊക്കെ ചെലപ്പോ കുറയും. ഇന്ന് നല്ല വെള്ളാട്ടോ, അടിയൊക്കെ പാറയായിക്കണ്. നല്ല രസമുണ്ടായിന് നീന്താനും വേണ്ടിട്ട്. ഞങ്ങള് ചെന്നാരെ പിന്നെ കൊറച്ച് ഈ തോട്ട്ക്ക് ഇറങ്ങിയ പുല്ലും ഇതൊക്കെ ഞങ്ങള് പറിച്ചിട്ട് നല്ല വൃത്തിയൊക്കെ ആക്കിട്ടോ. വൃത്തി കുറവൊന്നുമില്ല, സൈഡിലൊക്കെ അങ്ങ് പുല്ല് തൂങ്ങിക്കിടേന. ഇപ്പൊ ആരും അങ്ങനെ വരലൊന്നും ഇല്ലോന്നുണ്ട്. ഇല്ലേ മക്കളും എല്ലാരും ചാടാനൊക്കെ വരലുണ്ടായിന്. ഇപ്പൊ മക്കളൊന്നും വെച്ചോണെ ഇമ്മാര് വിടണില്ല അങ്ങനെ ചാടാനും കുളിച്ചാനും ഒന്നും. എന്തേ അസുഖം ഉണ്ടാവും കരുതിയിട്ടേ. അങ്ങനെ നമ്മളല്ല കുളിയൊക്കെ പാസ്സാക്കി പോന്നിട്ടോ. ഷെമി ഞങ്ങളെ കൂട്ടാൻ വരുന്നൊക്കെ പറഞ്ഞിക്കണ് കേട്ടോ. അപ്പൊ ഐസമോളാണെങ്കി ഞാൻ ഇല്ലാന്ന് പറഞ്ഞാണ്ട് ഇരിക്കുന്നുണ്ട്. ഓക്ക് ഉമ്മമ്മച്ചിനെയാണ് ഇഷ്ടം, ഞാൻ ഇവിടെ നിക്കാണ് എന്നൊക്കെ പറഞ്ഞാണ്ട്. ഓളൊന്നും എന്നെ കൂട്ടാതെ ഉമ്മാന്റെ ഒപ്പം കല്യാണത്തിനൊക്കെ പോയി. ഓള് അങ്ങനെ പോലൊന്നുമില്ലേനി ഇവിടുന്ന്. ഞാൻ അല്ലാതെ അങ്ങോട്ട് പോകുന്നില്ലേനി. ഇപ്പോൾ ഓള് പോലൊക്കെ തുടങ്ങിട്ടോ. എന്നിട്ട് ഓള് ഇനി ഇവിടെ നിക്കാണെന്നൊക്കെ പറയണത്. ഞാൻ ഉമ്മാന്റെ അടുത്ത് കടന്നോണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് അംഗലവാടി പോകാൻ മടിച്ചിട്ട് അവിടെ പോയാലേ അംഗലവാടി പോകേണ്ടി വരും കരുതിയിട്ട് അയിനാട്ടോ ഇവിടെ നിക്കാന്ന് പറയണത്. അപ്പൊ ഇവിടെ നിക്കാണ്, ഞാൻ പപ്പന്റെ ഒപ്പം പോരില്ലാന്നൊക്കെ പറയണ്ട്. അപ്പൊ ഷെമി ഇന്നലെറ്റെ നാട്ടിലെത്തിയത്. ലോഡ് കൊണ്ട് പോയി വന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളൊന്ന് കൂട്ടാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോ വിളിച്ച്. അപ്പൊ ഞങ്ങളിങ്ങനെ ആ ഒരു ഇതിലാണ്. പോകുമ്പോ എന്തോ ഒരു സങ്കടം കേട്ടോ. കൊറേ ദിവസം ഇങ്ങനെ നിന്നക്കാണ്ട് ഇപ്പൊ ഞങ്ങള് വന്നിട്ട് 15 ദിവസമൊക്കെ കഴിഞ്ഞ്. ഇന്ന് 15, 16, 17, 18 ദിവസമൊക്കെ ആയിന്ന് എനിക്ക് തോന്നുന്നത്. അത്രയൊക്കെ ആയി. അപ്പൊ ഇങ്ങനെ പോകുമ്പോ എന്തോ ഒരു ഇടങ്ങേറ്. അവിടെ എത്തുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ തന്നെ. പിന്നെ അങ്ങോട്ട് റെഡി ആവണം. അവിടെ അങ്ങനെ നിന്ന് പിന്നെ അങ്ങോട്ട് റെഡി ആവണം. അപ്പൊ ശേലാവും. അപ്പൊ അങ്ങനെ കൂട്ടാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ മോനോട് ഞങ്ങള് പോയി എന്തേലൊക്കെ കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞീന്. അപ്പൊ ഇന്ന് പറഞ്ഞ് കൊറച്ച് കുറഞ്ഞണന്നൊക്കെ പറഞ്ഞിട്ടോ. വരും, ഇപ്പൊ വരും. ഓള് പപ്പനെ കാണണില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിക്കല് തുടങ്ങിയിരിക്കണ്. കൈ ഭയങ്കര കടച്ചില്, വീഡിയോ എടുക്കാൻ പറ്റണില്ല. പോവാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ പാക്കാക്കല് തുടങ്ങീന് കേട്ടോ. ഇത് ഞാൻ ഹൈദരാബാദിൽ നിന്ന് വാങ്ങിയ ബാഗാണ് കേട്ടോ. ഒരു സഞ്ചി പോലെയാണ്. നമ്മക്ക് എത്ര സാധനം വേണമെങ്കിലും ഇതില് കുത്തി നിറക്കട്ടോ. അപ്പൊ ഞാനിങ്ങനെ വായക്കാട് പോവാനും വരുമ്പോഴും ഇങ്ങനെ എടുക്കായി അരച്ചാണ്ട് അന്ന് അങ്ങനെ വാങ്ങിയ ബാഗാട്ടോ. കൊറേ സാധനം കൊള്ളും. അപ്പൊ സാധനങ്ങളൊക്കെ അടുത്ത് ഇങ്ങനെ ഒരു കൂട്ടര് തുടങ്ങി. ഞങ്ങളെ ജനാലമ്മലൊക്കെ ഫുള്ള് കർട്ടനാണ് കേട്ടോ. ഫുള്ള് ഡ്രസ്സാണ്. മഴക്കാലം ആയതുകൊണ്ട് എല്ലാ പെരേത്തെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഇതാണ് കേട്ടോ ബാഗ്. ഉണ്ടല്ലേ, വലിയ ബാഗാ. എത്ര സാധനം വേണമെങ്കിലും കൊള്ളും. അപ്പൊ സാധനങ്ങളൊക്കെ അതങ്ങനെ അടുത്ത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഷെമി ഇത് ഞങ്ങളൊക്കെ ഉണ്ടാകാൻ വന്നിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തൊക്കെയാണ്. ഷവായും കുബൂസൊക്കെയാണ് കേട്ടോ. ചായയൊക്കെയാണ്. വന്നപ്പോൾ ജ്യൂസൊക്കെ കൊടുത്തിന്. അപ്പോൾ ആളിത് അവിടെ ഇരിക്കുന്നുണ്ട്. ഐസമോളാണെങ്കിൽ ഞാൻ പോരില്ല എന്നും പറഞ്ഞിട്ടില്ല നിലവിളിയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. വായക്കാട്ടിക്ക് ഞാൻ പോരില്ലോ എന്നും പറഞ്ഞാണ്ട് നിലവിളിച്ചാണ്. കുട്ടിക്ക് പോരാനേ ആവില്ല കേട്ടോ. ഓളവിടെ നിൽക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിലവിളിച്ചിട്ടുണ്ട്. പിന്നെ
ഓളെ വളയും മാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ബോക്സ് ഓർഡർ ചെയ്തേനെ കേട്ടോ. പിന്നെ അത് കണ്ട് അത് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് പിന്നെ ഊറ്റത്തിൽ ഇങ്ങനെ പോരാന്ന് സമ്മതിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അത് ഞങ്ങളൊക്കെ മാറ്റി റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ഇമ്മ എന്താ ഉണ്ടാക്കണ്ടേ ചോദിച്ചു. ഇമ്മ എന്താ ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കൽ മാറി പിന്നെ പുറത്തുനിന്ന് തന്നെ കൊണ്ടുവന്നു കേട്ടോ. എന്നാൽ അതാക്കാറിനൊക്കാണ്ട് അങ്ങനെ പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടോ. ഷെമി യാത്ര പറയാണ്. അപ്പോൾ പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇതാ എൻ്റെ അവിടെ നിന്ന് പോരുമ്പോൾ അത്ര മഴയല്ല കേട്ടോ. നമ്മൾ ഇറങ്ങുമ്പോഴൊന്നും അത്ര മഴയല്ല. ഞങ്ങൾ പോന്ന് കുറച്ചങ്ങോട്ട് ഓടി എവിടെ ഇപ്പോൾ ഒരു ഏലിയാപ്പറമ്പ് അവിടെ കണ്ടെത്തിയപ്പോൾ പോലും മഴ, എന്തോരം മഴയാണ്. നമ്മൾ വണ്ടി കയറിയപ്പോൾ പിന്നെ റെഡി ആയിട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒക്കെ ഓക്കെ ആയി. അതുവരെ നല്ലോളി കഴിഞ്ഞിട്ടോ പോരില്ല പറഞ്ഞിട്ട്. പിന്നെ മഴ കൊണ്ട് കണ്ണ് കാണില്ല കേട്ടോ, മുന്നിക്കിട്ട് കാണില്ല. നമ്മൾ വേറെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നത് കാണാത്ത അങ്ങനത്തെ മഴയാണ്. എനിക്ക് പേടിയാവുക. അപ്പോൾ ഷെമിയാണ് ഓരോ സൈഡാക്കാന്ന് പറഞ്ഞു. അപ്പോൾ മരമില്ലാത്തടത്ത് സൈഡാക്കാന്ന് കരുതി സൈഡാക്കാൻ പോന്നു. അങ്ങനെ പിന്നെ മഴ ചോർന്നു കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അടിക്കട്ടോ.